പൈത്തൺ സീരീസിൽ നമ്മൾ സെറ്റ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിനകത്ത് നമ്മൾ സെറ്റ്സിന്റെ പല മെത്തേഡുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ യൂണിയൻ, ഡിഫറൻസ്, സിമെട്രിക് ഡിഫറൻസ്, ഇന്റർസെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രൂ ഓർ ഫോൾസ് ഔട്ട്പുട്ട് കിട്ടുന്ന മെത്തേഡുകളെ പറ്റിയാണ്. നമ്മൾ നേരത്തെ സെക്ഷനിൽ നമ്മൾ ഡിഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിന്റെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനകത്തുള്ള ഡേറ്റ ടൈപ്പുകൾ നമ്മൾ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണം ചെയ്തത്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതിന് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ബൂളിയൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ ഡിസ്ജോയിന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സൂപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മെത്തേഡ് യൂസ് ചെയ്യാം. ഈ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് നോക്കാം. സോ നമ്മൾ ഇതിനകത്ത് ഡിസ്ജോയിന്റ് മീൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ സെറ്റ് 1ഉം സെറ്റ് 2വിന്റെയും ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും, ഇപ്പൊ സെറ്റ് 1ന്റെ ഡിസ്ജോയിന്റ് ആണ്, സെറ്റ് 1ന്റെ ഡിസ്ജോയിന്റ് സെറ്റ് 2 എന്നുള്ള രീതിയിൽ എടുക്കുവാണെങ്കിൽ സെറ്റ് 1നകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം സെറ്റ് 2നകത്ത് ഉണ്ടെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. ഇപ്പൊ ലിസി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതിനകത്തുണ്ട്, സോ സെറ്റ് 2നകത്ത് ഉണ്ട്. സോ നമ്മൾ ഡിസ്ജോയിന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. സോ ഇതിനകത്തില്ല എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ആ രീതിയിലാണ് ഡിസ്ജോയിന്റ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻസ് ടപ്പിൾസോ അല്ലെങ്കിൽ ലിസ്റ്റ് ഏതെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സബ്സെറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ സെറ്റ് 1 സബ്സെറ്റ് സെറ്റ് 2 എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ സെറ്റ് 1നകത്തുള്ള കണ്ടന്റുകൾ സെറ്റ് 2നകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ എല്ലാ കണ്ടന്റും സെറ്റ് 1നകത്തുള്ള എല്ലാ കണ്ടന്റും സെറ്റ് 2നകത്ത് ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇല്ല എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 10 ഇതിനകത്തില്ല, ABC ഇതിനകത്തില്ല. സോ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഇനി 10ഉം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്യുകയാണ്, 10 ആഡ് ചെയ്യുകയാണ്, അതുപോലെ ABC ആഡ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. കാരണം ഇതിനകത്തുള്ള 10 ഉണ്ട്, ABC ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, ബിനു എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ഉണ്ട്, ലിസി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ സ്ട്രിങ്ങുകളും ഇൻറ്റീജർ ടൈപ്പ് ഡേറ്റ ടൈപ്പുകളെല്ലാം ഇതിന് ഈ സെറ്റ് 2നകത്തും അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെ ഇല്ല എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഈ രീതിയിലാണ് സബ്സെറ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ സൂപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് നേരെ റിവേഴ്സ് ആണ്. അതായത് സോ അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സെറ്റ് 1 സബ്സെറ്റ് സെറ്റ് 2 നോക്കുന്ന സമയത്ത് സെറ്റ് 1നകത്തുള്ള കണ്ടന്റ് സെറ്റ് 2നകത്ത് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആണ്, അല്ലെങ്കിൽ ഫോൾസ് ആണ്. ഇവിടെ നേരെ റിവേഴ്സ് വരുന്ന സെറ്റ് 2നകത്തുള്ള കണ്ടന്റുകളെല്ലാം സെറ്റ് 1നകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സെറ്റ് 1 സൂപ്പർ സബ്സെറ്റ് സെറ്റ് 2 എന്ന് കൊടുക്കുന്ന സമയത്ത് സെറ്റ് 2നകത്തുള്ള കണ്ടന്റുകളെല്ലാം സെറ്റ് 1നകത്ത് ഉണ്ടോ നോക്കും. അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. ഇപ്പോഴത്തെ കേസിനകത്ത് ഇതിനകത്ത് എല്ലാം ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഇതിനകത്തുള്ള എല്ലാ കണ്ടന്റുകളും ഇതിനകത്ത് ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. സോ ആ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്കിത് പ്രാക്ടിക്കലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകും. പ്രിന്റ് ഫംഗ്ഷനകത്ത് സെറ്റ് 1 ഈസ് ഡിസ്ജോയിന്റ്. ഓക്കെ, നമ്മളിവിടെ ഡോട്ട് ഇട്ടിട്ട് വേണം. സെറ്റ് 1 ഡോട്ട് ഈസ് ഡിസ്ജോയിന്റ്. സോ നമ്മൾ സെറ്റ് 2ന്റെ ആണ് നോക്കുന്നത്. സോ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആയിരിക്കും, ഫോൾസ് ആയിരിക്കും. കോമൺ അല്ല എങ്കിൽ, കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഇല്ല എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. സോ ഇവിടെ ഫോൾസ് ആവാനാണ് ചാൻസ്, ഫോൾസ് തന്നെ ആയിരിക്കും. കാരണം അതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആണ്, കാരണം ഇവിടെ പല കണ്ടന്റുകളും ഇതിനകത്തുണ്ട്. സോ ഇത് ഞാൻ റിമൂവ് ചെയ്യുവാണ് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള കണ്ടന്റുകൾ ഇല്ല, രണ്ടിനകത്ത് മാച്ചിങ് വരുന്ന ഐറ്റംസ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്. സോ ഏതെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള കണ്ടന്റ് ഞാനിപ്പോൾ 1 ഇടുവാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് രണ്ടിലും കോമൺ ആയിട്ട് ഒരു 1 ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. സോ അങ്ങനത്തെ കേസിലാണ് ഡിസ്ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ഈ സെറ്റ് 2 വരെ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. സോ ഞാനിവിടെ ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് കുറച്ച് നെയിം കൊടുക്കുവാണ്. ഞാനിവിടെ ജോസ് കൊടുക്കുമ്പോൾ സെയിം നെയിം സെറ്റ് 1നകത്ത് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ട്രൂ ആണ് വരുന്നത്, കാരണം സെറ്റ് 2 അല്ല നോക്കുന്നത്, സെറ്റ് 1 ഡിസ്ജോയിന്റ് ഈ നെയിം അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ ടൈപ്പ് ഏതെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ അതിനകത്തില്ല. സോ ഞാനിവിടെ കോമന്റ് ഇട്ട് ബിനു എന്ന് കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് ഫോൾസ് ആണ് വരുന്നത്, കാരണം സെയിം കണ്ടന്റ് ഇവിടെ ബിനു എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഔട്ട്പുട്ട് ആ രീതിയിലേക്കും കിട്ടുന്നത്. സോ നമുക്കിനി സബ്സെറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ പ്രിന്റ് ഫംഗ്ഷനകത്ത് സെറ്റ് 1 ഡോട്ട് ഈസ് സബ്സെറ്റ് സെറ്റ് 2 ചെക്ക് ചെയ്യുകയാണ്. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഫോൾസ് ആണ്.
സോ സബ്സെറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സെറ്റ് വണ്ണിനകത്തുള്ള സെയിം കണ്ടന്റുകൾ സെറ്റ് ടൂവിനകത്ത് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ സെറ്റ് വണ്ണിനകത്തുള്ള സെയിം കണ്ടന്റുകൾ നമ്മളെ സെറ്റ് ടൂവിനകത്ത് ഇല്ല, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. സോ ഒന്നെങ്കിൽ ഞാൻ ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇത് ബാക്കിയായിട്ട് പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ കണ്ടന്റുകൾ ഇതിനകത്ത് വന്നു. സോ ഇനി ചെക്ക് ചെയ്യുവാണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആണ്, കാരണം സെറ്റ് വണ്ണിനകത്തുള്ള സെയിം കണ്ടന്റുകളെല്ലാം സെറ്റ് ടൂവിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ ഇത് നമ്മൾ ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെക്ക് ചെയ്യുവാണെങ്കിൽ, ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രിന്റ് ഫംഗ്ഷനകത്ത് സെറ്റ് 1 സബ്സെറ്റ് സീക്വൽ ടു കൊടുക്കണം, ലെസ് ദാൻ സീക്വൽ ടു സെറ്റ് 2 കൊടുക്കുന്നത്. സോ ഇത് മീൻ ചെയ്യുന്ന സബ്സെറ്റിനാണ്, ഈ സബ്സെറ്റിനാണ് മീൻ ചെയ്യുന്നത്. സോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും, ട്രൂ. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ സെറ്റ് 1 ചെക്ക് ചെയ്യണം. സോ ഞാനിവിടെ ലിസ്റ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ ബിനു കോമ 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോൾസ് ആണ് വരുന്നത്. സെയിം കണ്ടന്റുകളെല്ലാം ആഡ് ചെയ്യുന്നില്ല. ഈ കണ്ടന്റുകൾ 2 എണ്ണം ഉള്ളൂ, പക്ഷേ എല്ലാ കണ്ടന്റും വരുന്നില്ല, അതുകൊണ്ടാണ് ഫോൾസ് വന്നിരിക്കുന്നത്. സോ ഞാനിത് ഫുള്ള് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ട്രൂ ആയിരിക്കും, കാരണം ഇതിനകത്ത് സെറ്റ് വണ്ണിനകത്തുള്ള എല്ലാ കണ്ടന്റും ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. സോ ഞാനിവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിനകത്തുള്ള ഡീറ്റെയിൽ എല്ലാം സെറ്റ് വണ്ണിനകത്തും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ട്രൂ ആണ്. സോ അതാണ് സബ്സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സൂപ്പർ സബ്സെറ്റ് വരുമ്പോൾ നേരെ റിവേഴ്സ് ഓർഡർ ആണ്. സോ നമുക്ക് പ്രിന്റ് ഫംഗ്ഷനകത്ത് ചെക്ക് ചെയ്യാം. സെറ്റ് 1 ഡോട്ട് ഈസ് സൂപ്പർ സബ്സെറ്റ്, നമ്മളവിടെ സെറ്റ് 2 കൊടുത്തു. സോ സെറ്റ് 2വിനകത്തുള്ള എല്ലാ കണ്ടന്റും സെറ്റ് 2വിനകത്തുള്ള എല്ലാ ഐറ്റംസും സെറ്റ് 1 സോ 1 ഇല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. കാരണം സെറ്റ് 1 എല്ലാ ഔട്ട്പുട്ട് ഇതിനകത്തില്ലല്ലോ, സെറ്റ് 2വിനകത്തില്ല. ഈ 1 ഇല്ല, 1 ഉണ്ട്, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, ജോസ് ഇല്ല. സോ അതിന് വരെ നമുക്ക് വേണമെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും, കാരണം സെറ്റ് 1 എല്ലാ ഔട്ട്പുട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇതിന്റെ ഓപ്പറേറ്റേഴ്സ് വരുന്നത് നേരെ റിവേഴ്സ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് കൊടുക്കുന്നത്. സോ സെറ്റ് 1 ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൊടുക്കാം. ദെൻ സെറ്റ് 2 ആണ്, ഇതാണ് സൂപ്പർ സബ്സെറ്റിനെ മീൻ ചെയ്യുന്നത്. സോ ഇവിടെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ട്രൂ ആണ് വരുന്നത്. സോ ഇവിടെ 2 ട്രൂ വന്നിട്ടുണ്ട്, ആദ്യത്തെ രണ്ടാമത്തെ. സോ ഇതെല്ലാം ചെക്ക് ചെയ്യുവാണെങ്കിൽ സോ ഡിസ്ജോയിന്റിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആണ്, അതുപോലെ സബ്സെറ്റിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആണ്. സബ്സെറ്റിന്റെ ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്, അതുപോലെ ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്, ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുവാണ്. ഈ ലിസ്റ്റിനകത്തുള്ള ഡീറ്റെയിൽസ് സെറ്റ് 1 ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ അത് ഫോൾസ് ആണ്. സോ ഈ രീതിയിലാണ് നമുക്ക് സെറ്റിന്റെ പല മെത്തേഡുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്ത്. സോ അതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള എൻഡിങ് വീഡിയോ ആണ്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.